പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരെയും മുഖത്തിൽ എപ്പോഴും ഞാൻ പറയുന്ന പോലെ സന്തോഷമായിരിക്കണം, എപ്പോഴും സന്തോഷമായിരിക്കണം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് എന്നുള്ളൊരു അവബോധം എപ്പോഴും ഉണ്ടാകണം. ഇത് തന്നെയാണ് സ്ഥലം. എൻ്റെ അന്വേഷണത്തിൻ്റെ കണ്ടെത്തൽ ഇവിടെ തന്നെയാണ്. നിങ്ങളെ എല്ലാ പ്രശ്നവും ദൈവത്തിന് അറിയാം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ അവിടെ നിങ്ങൾ പറയേണ്ട കാര്യമില്ല. നീ ചോദിക്കുന്നതിന് മുമ്പേ നിൻ്റെ പിതാവിനെ അറിയാം. മത്തായി 6:8 പറയുന്ന പോലെ ദൈവം സ്കാൻ ചെയ്ത് എടുത്തോളൂ അത്. അപ്പം ഞാൻ ഇത് പറയാൻ വിട്ടുപോയി, അല്ല ഇത് പറയണ എവിടെ തുടങ്ങണം, അങ്ങനെ ഒന്നും ഉൾക്കണ്ട വേണ്ട. ഇത് ഉടമ്പടിക്ക് വരുമ്പോൾ ഉടമ്പടി ഒരു വിളിയാണ്. വിളിക്കപ്പെടാതെ ആയിരിക്കും വരാൻ പറ്റില്ല. സ്വന്തം ആക്കാൻ വേണ്ടിയിട്ട് അമ്മ മാതാവ് വഴി ദൈവത്തിൻ്റെ വിളിയായത്. ഇതൊരു ജീവിതമാണ്. ഇത്രയും കാലം ലോക ജീവിതത്തിലിരുന്ന് വേർപെട്ട് നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാൻ പോയി ഉടമ്പടി എടുക്കുമ്പോൾ അത് ആ ജീവിതം നമ്മൾ സ്വീകരിക്കുമ്പോഴത്തേക്കും നമുക്ക് അമ്മ മാതാവ് തരുന്ന സമ്മാനമാണ് നിങ്ങളെ ഈ നിയോഗം. നിങ്ങൾ എഴുതി വയ്ക്കുന്ന നിങ്ങളുടെ നിയോഗങ്ങൾ എല്ലാം അത് മാത്രമല്ല, ബാക്കിയുള്ളത് നിങ്ങൾക്ക് തരും, ബോണസ് കിട്ടും. നിങ്ങൾ ചോദിക്കാത്തതില്ല. നിങ്ങളാ ജീവിതം അത് മാറണം. അതാണ് ഉടമ്പടി ദൈവമായിട്ട് നമ്മൾ സ്ഥാപിക്കുന്നത്. ദൈവം എപ്പോഴും ദൈവത്തിൻ്റെ മക്കളായിട്ട് നമ്മളെ കാണുമ്പോൾ ദൈവം എപ്പോഴും നമ്മളോട് പറയുന്നത്, നീ ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠപ്പെടേണ്ട, സങ്കടപ്പെടേണ്ട. 1 പത്രോസ് 5:7 പറയുക, നിനക്കെന്തിനാ ഉത്കണ്ഠ വേണ്ട, എനിക്ക് നിന്നോട് കരുതലുണ്ട്, ഞാൻ ശ്രദ്ധാലുവാണ്. അതേപോലെ ലൂക്ക 12:22 ദൈവം നമ്മളോട് കൽപ്പിക്കുക, അത് കൽപ്പനയാണ്. ആ കൽപ്പനയിൽ തന്നെ വാഗ്ദാനമുണ്ട്. നീ എന്ത് കഴിക്കും, എന്ത് ഭക്ഷിക്കും, എന്ത് കുടിക്കും, എന്ത് അണിയും എന്ന് പറഞ്ഞ് ഈ സങ്കടപ്പെടേണ്ട. അതിന് ശേഷം ആ വാഗ്ദാനം, നിൻ്റെ പിതാവിനെ അറിയാം നിനക്ക് ആവശ്യമുള്ളതെല്ലാം. ലൂക്ക 12:7 പിന്നെയും ഈ സംരക്ഷണത്തിൽ വാഗ്ദാനമാണ്. നിന്നെക്കുറിച്ച് എന്തോരം കരുതലാണെന്ന് വെച്ചാൽ, നിന്നെക്കുറിച്ച് അറിയണേക്കാളും എനിക്ക് നിന്നെക്കുറിച്ചുള്ള കരുതലാണ്. നിൻ്റെ ഓരോ മുടികൾ, ശരീരത്തിൻ്റെ മുടികൾ ഞാൻ എണ്ണിയിരിക്കുക. ആ ദൈവത്തിൻ്റെ വാഗ്ദാനമാണിത്. ഈ വാഗ്ദാനത്തിൽ വിശ്വസിക്കുക. ഇത് നമുക്ക് പലപ്പോഴും ഉപകരിക്കാതെ പോകുന്നതിൻ്റെ കാരണം എബ്രിയ 4:2 ഈ വാഗ്ദാനത്തിൽ നമ്മൾ വിശ്വസിക്കാറില്ല. ദൈവ വാഗ്ദാനത്തിൽ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇതിൽ ദൈവവചനം ഉടമ്പടിയിൽ അരമണിക്കൂർ വായിക്കാൻ പറയാമെന്ന് പറയുമ്പോൾ, ബൈബിൾ വായിക്കുമെന്ന് പറയുമ്പോൾ അത് നിങ്ങൾ വിശ്വസിക്കണം. അന്ന് വായിക്കുന്ന വചനങ്ങൾ നിങ്ങൾ അതേപടി അത് നിങ്ങളുടെ ജീവിതമായിട്ട് നിങ്ങൾ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഇത് ഞാൻ പാലിക്കാനുള്ളതാണ്, അതങ്ങോട്ട് വിശ്വസിക്കുക, കണ്ണും പൂട്ടി അങ്ങോട്ട് വിശ്വസിക്കുക. ഇതൊരു മെനോക്കാർഡാണ് ബൈബിൾ. നിൻ്റെ ജീവിതത്തിൽ ദൈവം നിന്നെ സൃഷ്ടിച്ചത് വചനം കൊണ്ടാണ്. ആ വചനത്തിൻ്റെ അകത്ത് തന്നെ നിനക്ക് ആവശ്യമുള്ളതെല്ലാം വാഗ്ദാനമായിട്ട് ദൈവം തന്നിരിക്കുക. നമ്മൊരു ഹോട്ടലിൽ പോകുമ്പോഴത്തേക്ക് മെനു കാർഡ് നോക്കി ഓരോ ഓർഡർ ചെയ്യുന്ന പോലെ അവിടെ എല്ലാം ലഭിക്കും. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ ചോദിക്കണം, മെനു കാർഡ് കാണിച്ച്
ഇതാണ് എനിക്ക് വേണമെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കത് കിട്ടും. ഇവിടെ ഈ മെനോക്കാർഡിൽ അവിടെ ഹോട്ടലാണെങ്കിൽ പൈസ കൊടുക്കണം, അത് കൊണ്ടുവരുമ്പോഴത്തേക്കും അത് കഴിഞ്ഞാൽ ബിൽ പേ ചെയ്യണം. ഇവിടെ നമുക്ക് വേണ്ടി ബിൽ എല്ലാം നമ്മളെ പിതാവ് അത് അടച്ചു കഴിഞ്ഞ് സൗജന്യമാണ്. നീ ചെയ്യേണ്ടത് വിശ്വസിച്ചാൽ മാത്രം മതി. എൻ്റെ ജീവിതത്തിന് ആവശ്യമുള്ളതെല്ലാം വാഗ്ദാനമായിട്ട് ദൈവം ഇതിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുക, ബൈബിളിൽ വെച്ചിരിക്കുക. അത് കണ്ടെത്തുക, അതിന് വായിക്കണം, അതിൽ വിശ്വസിക്കണം. അത് നിൻ്റെ മനസ്സിൻ്റെ അകത്ത് സ്വീകരിച്ച് വെക്കുക. എന്നിട്ട് നിനക്ക് ആവശ്യമുള്ളത് എല്ലാം ഈ വചനം പറഞ്ഞ് ദൈവത്തോട് വിശ്വസിച്ച് ചോദിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇതെങ്ങനെയാ? ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളെ ചേട്ടനോ അനിയനോ ആരെങ്കിലും ഡിസ്ട്രിക്ട് കളക്ടറാണെന്ന് വെച്ചോ, നിങ്ങൾക്ക് വീടിൻ്റെ ജപ്തി വന്നിരിക്കുക, നോട്ടീസ് വന്ന്. അപ്പോൾ നിങ്ങളെ ചേട്ടൻ നിങ്ങളോട് വിളിച്ച് പറയുകയാണ്, ഞാനല്ലേ, ഇതിൻ്റെ കംപ്ലീറ്റ് അധികാരം എൻ്റെ കയ്യിലാണ്, നീ ഒന്നിനെ കുറിച്ച് വിഷമിക്കേണ്ട, നടപടിക്രമങ്ങളൊക്കെ അതുപടി നടക്കട്ടെ, ഉദ്യോഗസ്ഥന്മാരൊക്കെ വരട്ടെ, നോട്ടീസ് ഒട്ടിക്കട്ടെ, പക്ഷേ ഇത് അവസാനം ഫയൽ എൻ്റെ അടുത്തല്ലേ വരുന്നത്, ഞാൻ അത് നിനക്ക് അനുകൂലമായിട്ട് എഴുതി നിൻ്റെ കടങ്ങളൊക്കെ ഞാൻ റിജക്റ്റ് ചെയ്ത് കളയാം, കടം എല്ലാം മാപ്പാക്കി തരാം എന്ന് വാക്ക് പറഞ്ഞിരിക്കുക. അത് നിൻ്റെ സ്വന്തം ചേട്ടനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ 5-8 ഉദ്യോഗസ്ഥന്മാർ വന്ന് നിങ്ങളെ വീടിൻ്റെ സ്ഥലം അളക്കാനും ബാധിക്കല് നോട്ടീസ് ഒട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നിക്കാൻ പാടുണ്ടോ? ഇതിൻ്റെ അവസാനം ഫയലിട്ട് എത്തേണ്ടത് എൻ്റെ ചേട്ടൻ്റെ അടുത്താണ്. ചേട്ടൻ്റെ കയ്യിൽ അധികാരമുണ്ട്, അങ്ങേര് എനിക്ക് അനുകൂലമായിട്ട് ആ ഫയൽ മാറ്റിത്തരും. അതുപോലെ തന്നെ നമ്മളെ പിതാവ് നമുക്ക് വാക്ക് തന്നിരിക്കുക, ഫയൽ എൻ്റെ കയ്യിൽ അവസാനം എത്തേണ്ടിയത്, ഈ ലോകത്തിൻ്റെ സകല അധികാരവും എൻ്റെ കയ്യിലാണ്. ഈ ലോകത്തിലുള്ള നടപടി ക്രമത്തെക്കുറിച്ച് നിനക്ക് പ്രതികൂലമായിട്ട് അനുഭവപ്പെടുന്നതിനെക്കുറിച്ച് നീ ഒരു കാലത്തും ഒരു കാരണം കൊണ്ട് സങ്കടപ്പെടേണ്ട കാര്യമില്ല. ഇത് അവസാനം എത്തേണ്ടി എൻ്റെ കയ്യിലാണ്, അത് ഞാൻ നിനക്ക് അനുകൂലമായിട്ട് മാറ്റിത്തരും. ഇത് തന്നെയാണ് ഈ മൊത്തം വാഗ്ദാനങ്ങൾ. നമുക്ക് ആ വിശ്വാസമില്ലായ്മ കൊണ്ടാണ് നമ്മൾ ഈ സങ്കടപ്പെടുന്നത്. വചനം നീ വിശ്വസിച്ച് കഴിഞ്ഞാൽ എത്ര വലിയ പ്രശ്നമാണെങ്കിലും നിനക്കത് അവരുടെ അനുഭവം കിട്ടും. ഉടമ്പടി എടുക്കുമ്പോൾ നീ ആദ്യം ദൈവ വാഗ്ദാനത്തിലാണ് വിശ്വസിക്കേണ്ടത്. എന്നാലേ നിനക്ക് ഉടമ്പടിയെക്കുറിച്ച് വിശ്വാസം ഉണ്ടാവുള്ളൂ. ദൈവമായിട്ട് ഞാനൊരു ഉടമ്പടിയിൽ ആണ്. പലപ്പോഴും നമുക്കത് അത് ഉപകരിക്കാത്തതിൻ്റെ കാരണം ആ വിശ്വാസമില്ലായ്മ കൊണ്ടാണ്. ഞാനതെന്താ ഇത് വെറുതെ കേട്ടിട്ടോ പറയാനോ പഠിച്ചിട്ടോ എന്ന് പറയുന്നില്ല, ഇതൊക്കെ അനുഭവിച്ചതാണ്. ദൈവത്തെ അനുഭവിച്ചിട്ട് എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ജപമാലയും ഇതേപോലത്തെ ഒരു ബൈബിളാണ്. ഈ ചെറിയ ബൈബിൾ എപ്പോഴും ഉണ്ടാവും, പോക്കറ്റിലുണ്ടാവും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ കയ്യിൽ എന്ത് കുറവുണ്ടെങ്കിലും, സാമ്പത്തികമായിട്ട് കുറവുണ്ടെങ്കിലും ഒരു 5-6 ബൈബിൾ കയ്യിലുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അതെങ്ങനെയും അത് വാങ്ങിച്ച് വയ്ക്കുക, ഒരു ജപമാലയും കഴുത്തിലിട്ട് വയ്ക്കുക. നീ പോകുന്ന സ്ഥലത്തെല്ലാം നീ കൊണ്ടുപോകുന്ന ബാഗും അതേപോലെ ഹാൻഡ് ബാഗിൽ ആദ്യം ബൈബിൾ ഉണ്ടാകണം. ഇത് കിടക്കുന്ന ബെഡിൻ്റെ സൈഡിൽ ഇപ്പുറത്തോ അപ്പുറത്തോ ആയിട്ട് ഒരു ബൈബിൾ ഉണ്ടാകണം. അടുക്കളയിൽ ഒരു ബൈബിൾ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് നിനക്ക് ദൈവം ഒരു കാരണമില്ലാതെ, പലപ്പോഴും നമുക്ക് പല അനുഭവം ഉണ്ടാവും, ഒരു കാരണമില്ലാതെ ഒരു സങ്കടം മനസ്സിൽ തോന്നിക്കും. അത് ദൈവം എന്തോ നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുക. ആ സമയത്തെല്ലാം ബൈബിൾ എടുക്കുക. ഒരു തീരുമാനം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ സമയത്ത് ബൈബിൾ എടുത്ത് വായിക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഉടമ്പടി കാലത്ത് 3 മാസക്കാലത്ത് നിങ്ങൾക്കത് പരിശീലിക്കാം. അരമണിക്കൂർ വായിക്കാനുള്ളത് കാലത്തെ 10 മിനിറ്റ്, അങ്ങനെ 10 മിനിറ്റ് 5 മിനിറ്റായിട്ട് വായിച്ച് തീർക്കാനേ ഉള്ളൂ. അപ്പോൾ അതിന് കുറേ അവസരം നിങ്ങൾക്ക് ലഭിക്കും. ദൈവം തന്നെ അത് സൃഷ്ടിച്ച് തരും. ഒരു വിഷമം വന്ന്, ആരെങ്കിലുമായിട്ട് ഒരു പ്രശ്നം വന്ന് അത് പ്രതികരിക്കേണ്ട സമയമായി, അപ്പോൾ പ്രതികരിക്കരുത്.
5 മിനിറ്റ് ബൈബിൾ എടുത്ത് വായിക്കുക, തുടർച്ചയായിട്ട് വായിക്കുക, അതിൽ ഉത്തരം ദൈവം നിങ്ങളോട് സംസാരിക്കും. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇതേപോലെ ബൈബിൾ പോക്കറ്റിലും ജപമാല എപ്പോഴും കഴുത്തിലുണ്ടാകും. എൻ്റെ ജീവിതത്തിൽ ദൈവം എപ്പോഴും ഏറ്റവും എക്സ്ട്രീം എൻഡിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഒരു പ്രശ്നമാണെങ്കിൽ അത് ഏറ്റവും മുകളിലത്തെ പ്രശ്നം, നന്മയാണെങ്കിൽ അത് ഏറ്റവും അങ്ങോട്ട്. ദൈവം അത് കാണിച്ചു തരാനാ. ഇതൊരു കളിയാണ്, അഡ്വഞ്ചറസാണ്, നല്ല രസമാണ് ദൈവമായിട്ട് നടന്നു പോകാൻ, യാത്ര ചെയ്യാൻ. എനിക്ക് എൻ്റെ ബിസിനസ്സിലും അതിൽ കുറേ എനിക്കെതിരായിട്ട് കച്ചവടം ചെയ്യുന്നവരും കുറേ ഉദ്യോഗസ്ഥന്മാരായിട്ട് കുറേ കേസെല്ലാം ഉണ്ടായിരുന്നു. ഒരു വലിയവരാണ്. പക്ഷെ എൻ്റെ കൂടെ അതിനേക്കാൾ വലിയ ദൈവം ഉണ്ടായിരുന്നു. ഒരേ പ്രശ്നം വരുമ്പോൾ എൻ്റെ കൂടെ നടന്ന കൂട്ടുകാരൻ ചോദിക്കും, ഇന്ന് പത്രത്തിലും ടി വിയിലും നിനക്കെതിരെ വലിയ പ്രശ്നങ്ങളാണല്ലോ പറയണത്, ഇത് പ്രശ്നമാവുമല്ലോ, അവർ വലിയ ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ഇവനോട് പറയും, ഞാൻ പറയും അതിനേക്കാളും വലിയ ആൾക്കാർ എൻ്റെ കയ്യിലുണ്ട്, വലിയ ആൾ എൻ്റെ കയ്യിലുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പം ചോദിക്കും മുഖ്യമന്ത്രിയാണോ? ഞാൻ പറഞ്ഞു അതിനേക്കാളും വലിയ ആൾ. ഓ, അപ്പോൾ സെൻട്രലായിരിക്കും പിടിച്ചിട്ടുള്ളത്. ഞാൻ ചിരിക്കും, അവനൊരു ഹൈന്ദവരാണ്. അവസാനം പറയും എൻ്റെ അപ്പയും അമ്മയും ഉണ്ട് എൻ്റെ കൂടെ, അവരിതിനേക്കാളൊക്കെ വലിയവരാ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുപോലെ തന്നെ കുറേ കള്ളക്കേസും കുറേ കേസെല്ലാമായി CBI ഇൻവെസ്റ്റിഗേഷൻ വരെ വന്ന് അതിൽ CBI ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 10-18 പേരാണ്. ഒരു മുറിക്കകത്ത് അവർ കുറേ ചോദ്യം ക്രമം തെറ്റിച്ചാണ് ചോദിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു 500 ചോദ്യം പ്രിപ്പയർ ചെയ്തിട്ട് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കും. അടിക്കുക പിടിക്കൊന്നുമില്ല, ഇങ്ങനെ ചോദ്യം ചോദിക്കും, റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് കുറേ ചോദ്യം അത് കഴിഞ്ഞാൽ ഞമ്മ നുണ പറഞ്ഞാണെന്ന് അറിയാൻ ഒരു അരമണിക്കൂർ മാറ്റി നിർത്തിയിട്ട് പിന്നെയും വിളിക്കും. എന്നിട്ട് പിന്നെയും ക്രമം തെറ്റിച്ച് അത് തന്നെ ചോദിക്കും, ചോദിച്ചത് മാറ്റി ചോദിക്കും. അപ്പോൾ കോൺട്രാഡിക്ഷൻ അവർ പിടിക്കുന്നത്, ഞമ്മ നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ച് പിടിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും പേര് പറഞ്ഞാൽ അവരെ പോയി ചോദ്യം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇത് അവസാനം ഇതെല്ലാം പറഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവരവസാനം ഒരു റെക്കോർഡ് വെച്ച് കേൾപ്പിച്ച്, ആ റെക്കോർഡ് എനിക്ക് പ്രതികൂലമാണ്. ഞാൻ സംസാരിച്ചൊരു വാക്ക് ഞാൻ വേറൊരു സപ്ലയറായിട്ട് സംസാരിക്കുക, അതിപ്പോൾ ഇത്രയും വിശദമായിട്ട് ഇവിടെ ഇപ്പോൾ പറയാൻ പറ്റില്ല. അതിൽ എനിക്കെതിരെ ഉള്ള കാര്യം അതിൽ കുറുങ്ങിയിരിക്കുക. ഇതിനെന്തെങ്കിലും പറയാനുണ്ടോ? ഈ സൗണ്ട് നിൻ്റെ തന്നെ ഇല്ലെന്ന് എന്നോട് ചോദിച്ചു. ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞ്, എന്നാൽ ഇതിലൊന്നും പറയാനില്ലല്ലോ, ഞങ്ങളിപ്പോൾ അറസ്റ്റ് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുകയാണ്, വക്കീലിനോടൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല, ആദ്യം അറസ്റ്റ് നടത്തണം. അപ്പോൾ ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഇതിനെക്കുറിച്ച് എന്താണെന്നുള്ളതെന്ന് പറഞ്ഞിട്ട് എന്നെ അപ്പോഴത്തേക്ക് അവർക്ക് എന്തോ ഒരു ഫോണോ എന്തോ വന്ന് വേറെ മുറിയിലേക്ക് എന്നെ മാറ്റിയിരുത്തി. ഒരു 15 മിനിറ്റ് എനിക്ക് സമയം കിട്ടി. നമുക്ക് ആ ഒരു 15 മിനിറ്റ് മതി ഒരു കൊന്ത ചൊല്ലാനുള്ള സമയമാണ്. പ്രൈസ് ദി ലോർഡ്. ആ സമയത്ത് ചിന്തിച്ച്, നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ വിഷമമൊക്കെ പിന്നെ, കരച്ചിലൊക്കെ പിന്നെ, പിറുവിറുപ്പൊക്കെ പിന്നെ, കരച്ചിൽ വന്നു കഴിഞ്ഞാൽ നിർത്തുക. അത് എത്ര വലിയ പ്രശ്നമാണെങ്കിലും ഒന്ന് കൊന്ത ചൊല്ലിയിട്ട് കരയാമെന്ന് വിചാരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു കൊന്ത ചൊല്ലാനുള്ള സമയം കിട്ടി. അത് തന്നെയാണ് ദൈവം നമുക്ക് അനുവദിച്ച് തന്നെ ജീവനത്. ഒരു കൊന്ത ചൊല്ലി പോക്കറ്റിൽ ബൈബിളുണ്ടായി. ബൈബിൾ തുറന്ന്, ഈശോയെ നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാ വാതിലും അടഞ്ഞിരിക്കുകയാണ്. വാതിൽ അടഞ്ഞപ്പോൾ ദൈവം തന്നെയാണ് വാതിൽ. ഈശോയോടത് ബൈബിൾ തുറന്ന് ചോദിച്ച് കണ്ണും പൂട്ടി ബൈബിൾ തുറന്ന് വിരൽ വയ്ക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ലൂക്ക 12:12 ഈശോ സംസാരിച്ച് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ, നീ എന്ത് സംസാരിക്കണം, നീ വിഷമിക്കേണ്ട, നിനക്ക് വേണ്ടി ഞാൻ സംസാരിക്കും എന്നാണ് ആ വചനം. പ്രൈസ് ദി ലോർഡ്. ആ വചനത്തിൽ ഞാൻ വിശ്വസിച്ച്, പ്രൈസ് ദി ലോർഡ്. ഇതാണ് പ്രശ്നം.
ഞമ്മ പലവരും വിശ്വസിക്കാറില്ല. ഞാൻ അതിൽ വിശ്വസിച്ച് ഈശോ സംസാരിക്കുമോ എനിക്ക് പ്രശ്നമില്ല. ഈശോ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് എന്നെ തൂക്കിക്കൊന്നാലും എനിക്കൊരു പ്രശ്നമില്ല. പ്രൈസ് ദി ലോർഡ്. ഈശോ സംസാരിക്കാമെന്ന് പറഞ്ഞ് അതിലങ്ങോട്ട് വിശ്വസിക്കണം. ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ദൈവം പറഞ്ഞത് സത്യമാണ്. വചനം ജീവിക്കുന്നതാണ്. ഈശോ തന്നെയാണ് എന്നോട് സംസാരിച്ചത്. ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ഞാൻ ചെയ്ത ഒറ്റ കാര്യം, അത് അമ്മമാതാവ് അനുഗ്രഹിച്ച ആ വചനം വിശ്വസിക്കാൻ സാധിച്ചെനിക്ക്. എൻ്റെ മനസ്സിലിരുന്ന് സങ്കടം മാറി. അതാണ് അതിൻ്റെ അടയാളം. പേടി മാറി, ഉത്കണ്ഠയെല്ലാം മാറി. ഇനി ഈശോ അറിഞ്ഞ കേസാണിത്. ഇനി എന്ത് ശിക്ഷ കിട്ടിയാലും ഈശോ അറിഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ കറക്റ്റ് 15 മിനിറ്റ് കഴിഞ്ഞ് അകത്തേക്ക് വിളിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇതാ പറയാനുള്ളതെന്ന്. ഞാൻ ആ റെക്കോർഡ് ഒന്നുകൂടി കേട്ട് ആ റെക്കോർഡിൽ ഞാൻ വലിയ ഉന്നത സ്ഥലത്തേക്ക് വേണ്ടി വേറൊരു സപ്ലയറെ ഇരുന്ന് കാശ് വാങ്ങിച്ച റെക്കോർഡിംഗാണ് അതിലുള്ളത്. ഒരു ആന്ധ്രാക്കാരനെ കൊണ്ട് ഇവരെല്ലാം കൂടി അവനെ പിടിച്ച് അവനെ കൊണ്ടാണ് കേസ് ഇടിയിപ്പിച്ച് ഈ റെക്കോർഡ് ചെയ്യിപ്പിച്ച് ഇവിടെ CBIക്ക് കൊടുത്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് അവിടെ വെച്ച് ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ റെക്കോർഡ് ചോദിച്ച് എനിക്ക് പറയാനൊന്നും അപ്പോൾ സാധിച്ചില്ല. മനസ്സിൻ്റെ അകത്ത് സ്തുതിച്ചുകൊണ്ടിരിക്കുക, ദൈവമേ നീ എന്താ സംസാരിക്കാൻ പോണേ, എനിക്ക് പറയാനൊന്നുമില്ലല്ലോ എന്ന്. ദൈവം അപ്പോൾ എൻ്റെ മനസ്സിൻ്റെ അകത്ത് എനിക്ക് ഓർമ്മയില്ലാത്ത കാര്യമൊക്കെ ഓർമ്മിപ്പിച്ച് തരാം. അവൻ 5 ലക്ഷം വാങ്ങിച്ചെന്നാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. 5 ലക്ഷം എനിക്ക് തന്നതായിട്ടാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. പൈസ ഒന്നും പറയണില്ല, കാശ് ഞാൻ വെച്ചിട്ടുണ്ട്, നീ വന്ന് വാങ്ങിക്കണമെന്ന്. പക്ഷെ ദൈവം എനിക്കൊരു ഫയൽ ഓർമ്മിപ്പിച്ച് തന്ന് ഞാൻ ആ ഫയൽ നമ്പർ പറയുകയാണ്, ഇത്രാം തീയതിയിലുള്ള ഫയൽ എടുക്കണം, ഇത് നുണയാണ്, അവൻ എനിക്ക് തന്ന കാശ് എനിക്ക് തരാനുള്ള കാശ് തന്നെയാണ്, അവൻ ബാക്കി എനിക്ക് കാശ് തരാനുണ്ട്. ആ ഫയലെടുത്ത് നോക്കിയപ്പോഴത്തേക്ക് അത് കറക്റ്റായിരുന്നു. ഞാൻ ഇങ്ങനെ പറഞ്ഞ് എനിക്ക് ആ ഫയൽ മാത്രം ഓർമ്മയുണ്ട്. ആ ഫയലെടുത്ത് നോക്കുമ്പോൾ ഓർമ്മ വരുന്നത് ഇവൻ 5 ലക്ഷം രൂപ എനിക്ക് തരാനുണ്ട്. ആ തരാനുള്ള കാശ് ഞാൻ ചോദിച്ചതാണ്, ഇവൻ ഞാൻ ഉന്നത മന്ത്രിക്ക് കൊടുക്കാൻ വേണ്ടി കാശ് വാങ്ങിച്ചതാണെന്ന് പറഞ്ഞതെന്ന് അവിടെ വെച്ച് പറഞ്ഞു. ആ ഒരു ഫയലെടുത്ത് പരിശോധിച്ചപ്പോൾ അത് കറക്റ്റ്, ആ ഡേറ്റ് വരെ കറക്റ്റാണ്, ആ എമൗണ്ട് കറക്റ്റാണ്, ഞാൻ പറഞ്ഞ കണക്കെല്ലാം കറക്റ്റാണ്. എനിക്ക് ഒട്ടും ഓർമ്മയില്ല. അത് സംഭവിച്ച 8 കൊല്ലം മുമ്പാണ്. 8 കൊല്ലം മുമ്പത്തെ കാര്യമാണ് ദൈവം ഓർമ്മിപ്പിച്ചതന്നെ. എത്രയോ ട്രാൻസാക്ഷൻ്റെ അക്കൗണ്ട്സിൽ ട്രാൻസാക്ഷൻ ഇതൊന്നും ഓർമ്മയുണ്ടാകില്ല. അവിടെ വെച്ച് ആ കേസ് അപ്പാടെ തീർന്നത്. ആ സ്പോട്ടിൽ കേസ് തീർന്നു പോയി. അവിടെ വെച്ച് ദൈവമാണ് നിനക്ക് വേണ്ടി സംസാരിക്കുമെന്ന് പറഞ്ഞപ്പോൾ കേസ് അവിടെ വെച്ച് തീർന്ന്. ഇതാണ് ദൈവം, നമ്മുടെ ദൈവം. വാഗ്ദാനം ഇതാണ്. എല്ലാ വചനവും സത്യമുള്ള വചനമാണ്. അത് ജീവനുള്ള വചനമാണെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് അത് നമുക്ക് ഉപകരിക്കുന്നത്. നമ്മൾ പലവരിക്കും ആ വിശ്വാസം ഇല്ലായ്മയാണ് പ്രശ്നം. ദൈവം സത്യമായതുകൊണ്ട് ദൈവം അതുകൊണ്ടാണ് നമ്മളോട് പറയണത്, നീ സങ്കടപ്പെടേണ്ട, നിന്നോട് എനിക്ക് കരുതലുണ്ട്, നീ എന്ത് ഭക്ഷിക്കണമെന്ന് നീ വിഷമിക്കേണ്ട, ഭക്ഷണമായിട്ട് ഞാൻ വചനത്തിൻ്റെ വാഗ്ദാനം നിനക്ക് ഞാൻ തന്നിരിക്കുകയാണ്. പക്ഷേ നമുക്ക് ആ അവബോധമില്ല. പിന്നെ നമ്മൾ വിഷമമാണ്. നിനക്ക് വിഷമം വരുമ്പോൾ എല്ലാം നീ ബൈബിളാണ് എടുക്കേണ്ടത്, വചനമാണ് എടുക്കേണ്ടത്. അത് ധ്യാനിക്കണം, അത് വിശ്വസിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ധ്യാനിക്കേണ്ട വിഷയം നമുക്ക് എന്തുകൊണ്ടാണ് ഈ വിശ്വാസമില്ലായ്മ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് വിശ്വാസമില്ലായ്മ എങ്ങനെയാണ്? ഇനി അടുത്ത പോയിൻ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് എങ്ങനെ വിശ്വാസം കൊണ്ടുവരാൻ പറ്റും. നമുക്ക് ആഗ്രഹമുണ്ട്, ഇത് എന്നെ കേൾക്കുമ്പോൾ പലവർക്കും ആഗ്രഹമുണ്ട്, എനിക്ക് വിശ്വസിച്ചാൽ കൊള്ളാം, ഇതുപോലെ എനിക്കും വിശ്വസിച്ചാൽ കൊള്ളാം. പക്ഷേ സാധിക്കുന്നില്ലല്ലോ. എനിക്ക് സാധിക്കാത്തത് എന്തുകൊണ്ട്? സാധിക്കണമെങ്കിൽ കുറേ മാർഗങ്ങളുണ്ട് ബൈബിളിൽ. അതിലൊരു മാർഗം, 2 മാർഗം നമുക്ക് ധ്യാനിക്കാം. അപ്പോൾ നമ്മളിൽ വിശ്വാസം ഉണ്ടാകും. അത് ഹോംവർക്കായിട്ട് ഈ ഒരാഴ്ചയോ 10 ദിവസമോ നിങ്ങൾ ഒന്ന് പരിശീലിച്ച് നോക്കുക. അത് റോമാ 4:20 പറയണം, നിനക്ക് വിശ്വാസം വേണമെന്നുണ്ടെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നിൻ്റെ വിശ്വാസം ശക്തിപ്പെടും. പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ വിശ്വാസമുണ്ട്, പക്ഷേ വിശ്വാസത്തിൽ ശക്തിയില്ല.
ബലഹീനതയിലാണ് വിശ്വാസം. ആ വിശ്വാസം ശക്തിപ്പെടണമെന്നുണ്ടെങ്കിൽ നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ എങ്ങനെയാണ് മഹത്വപ്പെടുത്തുക? ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത് അത് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴാണ് വിശ്വാസം ശക്തിപ്പെടുന്നത്. മഹത്വപ്പെടുത്തേണ്ടത് എങ്ങനെയാണെന്നൊരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എൻ്റെ മകന് എന്തോ കാരണം കൊണ്ട് എൻ്റെ വീട്ടിൽ എനിക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിച്ചില്ല. ഭക്ഷണമില്ല, 2 ദിവസമായിട്ട് ഭക്ഷണിക്കാണ്. എൻ്റെ കച്ചവടത്തിൻ്റെ ബിസിനസ്സിൽ ബുദ്ധിമുട്ടുണ്ടോ എന്തെങ്കിലും ഇല്ല. അപ്പോൾ അയൽവക്കത്ത് ഒരാൾ ബിരിയാണി കൊടുത്തുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കുറേ ഭിക്ഷക്കാരും എല്ലാം കൂടി പോയി ലൈനിൽ നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. അല്ല, അയൽക്കാരെ എല്ലാവരും കൂടി നിൽക്കുക. ഇവനും പോയിട്ട് ആ ലൈനിൽ നിന്ന് അവർ വിളിക്കുക, നീ വന്ന് കഴിച്ചിട്ട് പോടാ. അപ്പോൾ ഇവനും ഓടിപ്പോയി ചാടി പോയി കഴിച്ചു കഴിഞ്ഞാൽ കരഞ്ഞുകൊണ്ട് ഞാൻ കഴിച്ചിട്ടില്ല, 2 ദിവസമായി, എനിക്കും എന്തെങ്കിലും തന്നെ എന്ന് പറഞ്ഞ് കരഞ്ഞു കഴിഞ്ഞാൽ അവിടെ എൻ്റെ മഹത്വം കുറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, എനിക്ക് നല്ല വിശപ്പാണ്, എന്നിട്ടും അവിടെ സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുമ്പോഴും അവർ വിളിക്കുമ്പോഴും ഇവൻ പറയാണ്, എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ എനിക്ക് പരിപൂർണതയിൽ ഭക്ഷണം തന്നിട്ടുണ്ട്, എനിക്ക് ഒരു വിശപ്പുമില്ല, ഞാൻ നല്ല സന്തോഷവാനാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോഴാണ് അത് എനിക്ക് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ നിനക്ക് എന്ത് വിഷമം വന്നാലും ദൈവ മഹത്വപ്പെടണമെന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ എന്ത് കുറവ് വന്നാലും നിൻ്റെ മുഖത്ത് സന്തോഷമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നീ ഒന്ന് കരയുമ്പോൾ നീ പള്ളിയിൽ പോകുന്നത് പലവരും കാണുന്നതാണ്. നീ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് പലവരും കാണുന്നതാ. എന്നിട്ട് നമ്മ തന്നെ ദൈവത്തിൻ്റെ മഹത്വം കുറയ്ക്കുകയാണ്, അമ്മ മാതാവിൻ്റെ മഹത്വം കുറയ്ക്കുകയാണ്, എപ്പോഴും പെരുവെരുപ്പും കരച്ചിലും. നമ്മ ദൈവമക്കളാണെന്നുള്ളത് മറന്നുകൊണ്ടാണ്. ഏത് സാഹചര്യത്തിലും എന്തൊക്കെ വിഷമം വന്നാലും ഒരിക്കലും പെരുവെരുക്കരുത്, കുറ്റം പറയരുത്. അത് ദൈവമഹത്വമാണ്. ദൈവത്തിൻ്റെ മഹത്വം കുറയും. നിനക്ക് ചിലപ്പോൾ എന്ത് കുറവുകളുണ്ടാകാം, കടമ ബാധ്യത ഉണ്ടാകാം, ഭർത്താവിൻ്റെ കുറച്ച് പ്രശ്നം ഉണ്ടാകാം, മദ്യപാനമായിരിക്കാം. പക്ഷെ നീ സഹിക്കേണ്ടത്, നീ കരഞ്ഞു കഴിഞ്ഞാൽ, നീ ഒച്ച വെച്ച് കഴിഞ്ഞാൽ ദൈവമഹത്വം കുറയുകയാണ്. നിൻ്റെ ദൈവം ഇങ്ങനെയാണെന്ന് ആൾക്കാർ ചോദിക്കും, വിചാരിക്കും. നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അത് ദൈവത്തെക്കുറിച്ച് ഒരു വിശ്വാസം നിനക്കുണ്ടാകണം. ഫിലിപ്പിയർ 2:14 പറയുന്നത്, നീ പിറുവിറുക്കരുത്, നീ കുറ്റം പറയരുത്, എന്നാൽ നീ ദൈവത്തിൻ്റെ മക്കളായിത്തീരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. നമുക്കെപ്പോഴും നോക്കുമ്പോഴത്തേക്കും ഒരാളുടെ കൂടെ പോയി 3 പേര് 2 പേര് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള കുറവുകൾ മാത്രം പറയാനുള്ളൂ. അത് മാറ്റിയെടുക്കണം. ഇന്നൊരു തീരുമാനം എടുക്കണം. 4 പേര് 500 ആൾ ഒരു കുറവ് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ കുടുംബത്തെക്കുറിച്ച് കുറവ് പറഞ്ഞാൽ അത് ചെവി കൊണ്ട് കേട്ടിട്ട് നിൻ്റെ കാര്യം കൊള്ളാം, എൻ്റെ കാര്യം അതിനേക്കാളും കഷ്ടമാണ്, പ്രൈസ് ദി ലോർഡ് പറയാൻ തുടങ്ങും. അവിടെ ദൈവമഹത്വം കുറയാണ്. നീ പറയേണ്ടത്, എൻ്റെ ദൈവം എന്നെ പരിപൂർണ സന്തോഷത്തിലാണ് വെച്ചിരിക്കുകയാണ്, എനിക്ക് ഒരു കുറവുമില്ല. ചിലപ്പോൾ നിൻ്റെ എല്ലാ പ്രശ്നവും, നിനക്ക് എല്ലാ പ്രശ്നവും ഉണ്ടാവും, എല്ലാം പ്രതികൂലമായിരിക്കാം. പക്ഷെ നീ പറയേണ്ടത്, ഇതെല്ലാം നീ കമ്പയർ ചെയ്യേണ്ടത്, നിൻ്റെ കൂടെ ദൈവമുണ്ട്, എനിക്ക് എൻ്റെ ദൈവമുണ്ട്, ഞാൻ മതിയായവനാണ്, എനിക്ക് എൻ്റെ ദൈവമുണ്ട്. ദൈവമഹത്വം പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. പിറുപിറുക്കുന്നത് നിർത്തുക. മുഖത്ത് സങ്കടം കാണിക്കരുത്. പ്രൈസ് ദി ലോർഡ്. നിനക്ക് എന്തൊക്കെ കുറവുണ്ടെങ്കിലും സങ്കടം കാണിക്കാതെ നന്ദി പറയുക. ഹല്ലേലൂയ. ഇത് തന്നെയാണ് 2ാമത്തെ പോയിൻ്റ്. ഹെബ്രിയ 5:16. വചനം അബ്രഹാമിനെ ഉപകരിച്ചത്, അബ്രഹാം ക്ഷമയോടെ കാത്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇതുപോലത്തെ സാഹചര്യത്തിൽ, നിനക്ക് പ്രതികൂല സാഹചര്യത്തിൽ, നിനക്ക് പ്രശ്നമാണെന്ന് വിചാരിക്കുന്ന സാഹചര്യത്തിൽ, ആ പ്രശ്നം നിനക്ക് മാത്രമാണ് അത് പ്രശ്നം, നിൻ്റെ ദൈവത്തിന് അതൊരു പ്രശ്നമേ ഇല്ല. ആ ഒരു അവബോധം നിനക്കുണ്ടാകണം. എത്ര വലിയ കുറവാണെങ്കിലും അത് നിനക്കാണ് കുറവ്. ദൈവം നോക്കുമ്പോഴത്തേക്ക് അത് ദൈവത്തിന് അത് കുറവായിട്ട് തോന്നില്ല. ദൈവം ഒന്ന് ജസ്റ്റ് ഒന്ന് വിചാരിച്ചാൽ മതി, നിൻ്റെ ഒരു പ്രാർത്ഥന മതി. ആ കുറവ് അനുവദിച്ചു തന്നിരിക്കണ കുറച്ച് കാലത്തേക്ക്
നിന്നെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിലെല്ലാം ഒരു അനുഗ്രഹമാണ് ഈ കുറവ്. അതുകൊണ്ടാണ് ഈ വിഷമത്തിൽ, ഈ തിക്കും തിരക്കിലും എത്രയോ ദൂരത്തിരുന്ന് ഇങ്ങ് ദൈവമായിട്ട് ഉടമ്പടി സ്ഥാപിക്കാൻ വന്നിരിക്കുന്നത്. ആ കുറവുകളൊന്നും ഇല്ലെങ്കിൽ നീ വേറെ ലോകത്താണ്, ദൈവം വേറെ ലോകത്താണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം അത് കുറച്ച് കാലത്തേക്ക് നിന്നെ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുറവുകൾ തന്നിരിക്കുന്നത്. അതെല്ലാം എനിക്ക് മനസ്സിലായി. അന്ന് എനിക്ക് ഇതുപോലത്തെ സഹനങ്ങളില്ലെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ നിൽക്കില്ല. ഇന്ന് ഏതെങ്കിലും 5 സ്റ്റാർ ഹോട്ടലിലോ എവിടെയെങ്കിലും കറങ്ങി കിടക്കുന്നുണ്ടാവും, കുറേ കാശുണ്ടാവും ചിലപ്പോൾ അക്കൗണ്ടിൽ. പക്ഷെ ആത്മാവ് നഷ്ടപ്പെട്ട് നടക്കുന്നുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ക്ഷമയോടെ കാത്തിരിക്കണം, ക്ഷമയോടെ കാത്തിരിക്കണം. എങ്ങനെയാണ് ക്ഷമയോടെ കാത്തിരിക്കണം? അതിലെപ്പോഴും ഒരു അവബോധം ഉണ്ടാകണം. ഗലാത്യർ 2:20, ഇതിൽ എന്നിൽ ഞാനില്ല ജീവിക്കുന്നത്, എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അകത്ത് എൻ്റെ ദൈവമാണ് ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ ഒരു അവബോധം ഉണ്ടെങ്കിൽ എല്ലാ സാഹചര്യത്തിലും നിനക്ക് ക്ഷമയോടെ ഇരിക്കാൻ സാധിക്കും. എന്നിൽ എൻ്റെ ദൈവം ജീവിക്കുകയാണ്, അപ്പോൾ എനിക്കൊരു പ്രശ്നവുമില്ല, ദൈവം നോക്കിക്കോളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ശീലിക്കേണ്ടത് ഏത് പ്രശ്നത്തിലും അത് ദൈവത്തിന് ബലിയായിട്ട് കൊടുക്കുക. പ്രശ്നമില്ല, ദൈവം നിന്നിൽ ജീവിക്കുന്ന ദൈവത്തിന് നന്ദി ബലിയായിട്ട് കൊടുക്കുക. നിനക്ക് വരുന്ന പ്രശ്നങ്ങളൊക്കെ നീ ചെയ്യേണ്ടത് ഈ പ്രശ്നങ്ങളെല്ലാം ബലിയായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നിനക്ക് ദൈവം അനുവദിച്ച് തരുന്നതാണ്. നിൻ്റെ ഭർത്താവായിരിക്കാം, മക്കളായിരിക്കാം, നിൻ്റെ ദാമ്പത്യ ജീവിതമായിരിക്കാം, കടബാധ്യതയായിരിക്കാം, മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠയായിരിക്കാം. നിൻ്റെ എല്ലാ പ്രശ്നവും ബലിയായിട്ട് കൊടുക്കാൻ ദൈവം അനുവദിച്ച് തരുന്നതാണ്. അത് നീ മുട്ടിപ്പേ നിന്ന് കയ്യും വിരിച്ച് കയ്യും പൊക്കി ദൈവത്തിന് നന്ദി പറഞ്ഞ് അതെല്ലാം സമർപ്പിക്കുക. ദൈവമേ, ഇത് ഞാൻ ബലിയായിട്ട് നിനക്ക് ഞാൻ തന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ബലിയായിട്ട് കൊടുക്കുമ്പോൾ അത് ദൈവ ആരാധനയാണ്. പ്രൈസ് ദി ലോർഡ്. അത് ദൈവ ആരാധനയായിട്ട് മാറും. ദൈവത്തിനെ ആരാധിക്കുമ്പോൾ ദൈവം അവിടെ പ്രവർത്തിക്കും. ദൈവത്തിനെ നമ്മളെക്കുറിച്ചുള്ള പദ്ധതികൾ ദൈവം നടപ്പിലാക്കണമെങ്കിൽ ദൈവത്തെ നമ്മൾ ആരാധിക്കണം. ആരാധിക്കുന്ന സമയത്താണ് ദൈവത്തിന് നമ്മളോടുള്ള പദ്ധതി ദൈവത്തിന് നടപ്പിലാക്കാൻ സാധിക്കുക. ജെറമ്യാ 29:11 പറയുന്നത്, എനിക്ക് നിന്നെക്കുറിച്ചുള്ള പദ്ധതി നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ നന്മ നിനക്ക് മനസ്സിലാകില്ല. നീ വിചാരിക്കുന്നേക്കാളും, നിൻ്റെ അച്ഛനും അമ്മയും വിചാരിക്കുന്നേക്കാളും വലിയ നന്മയാണത്, നിൻ്റെ നാശത്തിലില്ല. ആ നന്മ നിനക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നീ ദൈവത്തിന് നിൻ്റെ പ്രശ്നങ്ങളെല്ലാം ക്ഷമയോടെ, പിറുപിറുക്കാതെ, കുറ്റം പറയാതെ നീ മുട്ടിപ്പേ നിന്ന് കയ്യും വിരിച്ച് നന്ദിയോടെ സമർപ്പിച്ച് നോക്കുക. എല്ലാ കാര്യങ്ങളും ചെയ്തു നോക്കുക. നിനക്ക് മനസ്സിലാകും ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ തുടങ്ങി. ദൈവം പദ്ധതി നടപ്പിലാക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഇതെങ്ങനെയാണ് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ, ഇതും അനുഭവം വഴിയാണ് എനിക്ക് മനസ്സിലായത്. ഇത് ഞാൻ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, എനിക്ക് വലിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള കാലത്ത് ഞാൻ ഇതുപോലെ തന്നെ മുട്ടിപ്പേ നിന്ന് സങ്കടം വരുമ്പോൾ, പേടി വരുമ്പോൾ കൈ പൊക്കി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ശീലമുണ്ടായിരുന്നു. അന്ന് എറണാകുളത്ത് വുഡ്ലാൻഡ്സ് ഹോട്ടലിലാണ് വീട്. കൊച്ചിയിലാണെങ്കിലും അവിടെ എൻ്റെ ബിസിനസ്സുകാർ വന്ന് താമസിക്കുമെന്ന് പറഞ്ഞാൽ അവിടെ റൂം എടുക്കും വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ. ആ ഹോട്ടലിൽ അവർ ഗസ്റ്റ് കാലിയായി കഴിഞ്ഞപ്പോൾ എനിക്ക് വീട്ടിൽ പോകാൻ പേടി, ടെൻഷനാണ്. അപ്പോൾ ഞാൻ റൂമിൽ പോയിട്ട് ക്ഷീണം കൊണ്ട് കുറച്ച് നേരം കിടക്കാമെന്ന് പറഞ്ഞ് കിടക്കാൻ സാധിക്കണില്ല. ഉച്ച സമയമാണ്, ഒരു 12-1 മണിയുണ്ടാവും. ഞാൻ മുട്ടിപ്പേ നിന്ന് കയ്യും അങ്ങോട്ട് പൊക്കി, ദൈവമേ, എനിക്ക് ആരോ പറഞ്ഞു തന്ന നന്ദി, അച്ഛൻ പറഞ്ഞായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇല്ല, ഇവിടെ വന്നതിന് മുമ്പേ ഉള്ള കാലമാണ് അത്. പ്രൈസ് ദി ലോർഡ്. 2003 ഞാൻ വന്നെ. ഇത് 2001-2 കാലഘട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. എവിടെയോ ഞാൻ കേട്ട് ഞാൻ കയ്യും പൊക്കി ഇങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക, ദൈവമേ എന്ന്. നന്ദി മാത്രമേ പറയണുള്ളൂ, സങ്കടമാണ്, പേടിയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ തോന്നേ, ഞാൻ എറണാകുളത്ത് നിൽക്കുക, സൗത്തിൽ വുഡ്ലാൻഡ്സ് ഹോട്ടലാണ്, സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് വുഡ്ലാൻഡ്സ് ഹോട്ടൽ, ആ പള്ളിമുക്ക് കഴിഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയാൽ തിരുവനന്തപുരത്ത് പോകണമെന്ന്. എനിക്കറിയില്ല എന്തിനാണ് തിരുവനന്തപുരത്ത് പോകണമെന്ന്. പ്രൈസ് ദി ലോർഡ്.
ഞാൻ എന്തായാലും ഇത് പ്രാന്തായിരിക്കുക എന്തെങ്കിലും ആയിക്കോട്ടെ, മനസ്സിൽ തിരുവനന്തപുരത്ത് പോകാൻ തോന്നി കൈയും പൊക്കിയപ്പോൾ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് റൂം വെക്കേറ്റ് ചെയ്തിട്ട് നേരെ സൗത്ത് റെയിൽവേ സ്റ്റേഷന് അടുത്ത് തന്നെയാണ് നടന്നുപോയി. അങ്ങോട്ട് പോകുമ്പോൾ 1.5 മണിക്കൂർ ട്രെയിനുണ്ട്. ഞാൻ ട്രെയിനിൽ കയറിയിരുന്നു തിരുവനന്തപുരത്തേക്ക്. തിരുവനന്തപുരം എത്തുന്നവരെ എനിക്കൊന്നും മനസ്സിലായില്ല എന്തിനാണ് പോകണമെന്ന്. അന്ന് മര്യാദയ്ക്ക് എനിക്ക് കൊന്തയൊന്നും ചൊല്ലാൻ അറിയില്ല, കൊന്ത ചൊല്ലാൻ അറിയില്ല. ഒരു ചെറിയ ബൈബിളുണ്ട്, കൊന്ത ചൊല്ലാനൊക്കെ അച്ഛനാണ് പഠിപ്പിച്ചത് ഇവിടെ വന്നപ്പോൾ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം തമ്പാനൂർ ഇറങ്ങണതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത് അവിടെ ഒരു 6 മണി ആയിട്ടുണ്ടാവും, 6 മണി ആയിട്ടുണ്ടാവും. അവിടെ എത്തുമ്പോൾ RCC പോകണമെന്ന്, റീജിയണൽ ക്യാൻസർ സെൻറ്റർ. ബാഗിൻ്റെ അകത്ത് എൻ്റെ കയ്യിൽ കുറച്ച് ഒരു 1-1.25 ലക്ഷം രൂപ കാശുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ RCC പോകണമെന്ന്. RCC പോകാൻ അപ്പോൾ ഞാൻ തമ്പാനൂർ ഇറങ്ങിയിട്ട് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് അനിലചന്ദ്രൻ എന്ന്, പുള്ളിക്കാരനെ വിളിച്ച് പുള്ളി ബൈക്ക് എടുത്തിട്ട് വന്നു. ഞാൻ പറഞ്ഞു RCC പോകണമെന്ന്. എന്നിട്ട് RCC പോയി ഉള്ളൂർ അവിടെ RCC പോയി അകത്ത് കയറിയപ്പോഴത്തേക്കും കൊച്ചുങ്ങൾ കരയണ സൗണ്ട് കേട്ട്. അപ്പോൾ ഞാൻ RCCയിൽ ചിൽഡ്രൻസ് വാർഡിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 7 മണിയായിട്ടുണ്ടാവും. കൊച്ചുങ്ങളുടെ വാർഡിൽ പോയി. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത് അവർക്ക് എന്തെങ്കിലും സഹായിക്കണം, 3 പേർക്ക് സഹായിക്കണമെന്ന് മനസ്സിൽ തോന്നി. പ്രൈസ് ദി ലോർഡ്. 1 ലക്ഷം രൂപ കൊടുക്കണം. ആദ്യത്തെ 2 പേർക്ക് 35, മൂന്നാമത്തെ ആൾക്ക് 30 കൊടുക്കാം. എന്നിട്ട് ഞാൻ അവിടെ സൂപ്രണ്ട് സിസ്റ്ററുണ്ട്, സിസ്റ്ററോട് പറഞ്ഞ് എനിക്കൊന്ന് സന്ദർശിക്കാനാണ് വന്നത്. അപ്പോൾ അവർ പറഞ്ഞ് വിസിറ്റിംഗ് അവേഴ്സ് കഴിഞ്ഞു പോയി. അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ വളരെ ദൂരത്തിരുന്ന് വരെയാ സഹായിക്കാൻ വേണ്ടി വന്ന, നല്ല സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു 3 പേരെ ഇങ്ങോട്ട് അയക്കുമെന്ന് ഞാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഗേറ്റിലേക്ക് അയക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ നോക്കുമ്പോഴത്തേക്കും ഒരു 3 സഹോദരി ഇങ്ങോട്ട് വന്നായിരുന്നു. അതിലൊരാൾ മുമ്പിൽ നിന്ന ആൾ അവിടെ വന്ന് നിന്ന് അപ്പോൾ പറഞ്ഞ് കൊച്ചിന് ബ്ലഡ് ക്യാൻസറാണ്, 3 വയസ്സുള്ള കൊച്ചാണ്. ഇതേപോലെ തന്നെ ബാക്കി 2 പേരെയും ഈ ക്യാൻസറായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് മാതാവ് പറഞ്ഞത് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് 35,000 അടുത്ത് ഈ സ്ത്രീയുടെ കയ്യിൽ കൊടുത്ത്, അവരുടെ കയ്യിൽ കൊടുത്ത്, ഇവരുടെ കയ്യിൽ 30 കൊടുത്ത്. അപ്പോഴാണ് അമ്മയെന്ന് പറഞ്ഞിട്ട് അവരൊരു കരച്ചിൽ തുടങ്ങിയത്. ആദ്യത്തെ സ്ത്രീ എന്താ അവർ ചെയ്തതെന്ന് വെച്ചാൽ അവരുടെ ഭർത്താവിന് കൂലിപ്പണിയാണ്. ഒരാഴ്ച മുമ്പേ അവർക്ക് കീമോ കൊടുക്കാനുള്ള കാശില്ലാതെ നാട്ടിൽ പോയിരിക്കുക. നാട്ടുകാർ സഹായിച്ചിട്ടാണ് ഓരോ പ്രാവശ്യം കീമോ കൊടുത്തു തന്നെ. സാധാരണ 2-3 ദിവസത്തിൽ തിരിച്ചു വരും. പൈസ ഒന്നും കിട്ടിയിട്ടില്ല, തിരിച്ചു വന്നിട്ടില്ല. ഈ സഹോദരി തലേദിവസം ഭക്ഷണം കഴിച്ചതാണ്. കുഞ്ഞുങ്ങൾക്ക് 1 ഗ്ലാസ് പാൽ അവിടെ കൊടുക്കും. വൈകുന്നേരം അവർ കാശ് കൊടുത്താൽ വാങ്ങിക്കുന്ന. തലേദിവസം തൊട്ട് 1 ഗ്ലാസ് പാൽ 3 നേരം കൊടുത്തുകൊണ്ടിരിക്കുക. ഇന്നും അത് തന്നെ 3 ആക്കിയിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. ഇവർ തലേദിവസം രാത്രി തൊട്ട് മുട്ടിപ്പേ നിന്ന് രാത്രി ഉറങ്ങാതെ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുക ആ സ്ത്രീ. പ്രൈസ് ദി ലോർഡ്. ആ അമ്മ അവർ അവിടെ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ കൈകൊട്ടി പൊക്കി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ പദ്ധതി എനിക്ക് കാണിച്ചു തന്നു, ദൈവം വെളിപ്പെടുത്തി തന്നു. പ്രൈസ് ദി ലോർഡ്. ഇതിൽ ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ദൈവം നമ്മളെ ശക്തിപ്പെടുത്തും. ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഈ സമ്പത്തെല്ലാം എനിക്ക് തന്നത്. ഇതിൻ്റെ ഒരു 6 മാസം മുമ്പ് തൊട്ട് തന്നെ എൻ്റെ കച്ചവടം അങ്ങോട്ട് ദൈവം ഫുൾ ഫ്ലെഡ്ജാക്കി തന്നു. മാസം 30,000 ഒക്കെ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന എനിക്ക് ലക്ഷക്കണക്കിന് ലാഭം ദൈവം തരാൻ തുടങ്ങി ഒരു 6 മാസം മുമ്പേ തൊട്ട്. അന്ന് ഞാൻ കൈപൊക്കി ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കും. അന്ന് എൻ്റെ കയ്യിൽ ലക്ഷക്കണക്കിന് കാശുള്ള കൊണ്ടാണ് ഈ കാശ് കൊടുക്കാൻ സാധിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ഈ സഹോദരി അവിടെ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും ദൈവം പ്രവർത്തിക്കുന്ന, അവർ തിരുവനന്തപുരത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്ന കൊച്ചിയിലിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നോടാണ്. അപ്പോൾ ദൈവം പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എന്നെ കുറേ സമ്പന്നമാക്കി നേരത്തെ തന്നെ. അപ്പോൾ നിങ്ങളെയും ദൈവം പദ്ധതി നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തടസ്സപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം അത് വിട്ടുതരും അങ്ങോട്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിചാരിച്ച എൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് അതാണെന്നോ? അതൊന്നുമില്ല. എന്നെക്കാളും അധ്വാനിക്കുന്നവരുണ്ട്, എന്നെക്കാളും ബുദ്ധിയുള്ളവരുണ്ട്, കഴിവുള്ളവരുണ്ട്. അവർക്കൊന്നും ഇത്രയൊന്നും ബിസിനസ് കിട്ടിയിട്ടില്ല. ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഞാൻ ആ സ്ത്രീയെ സഹായിക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്.
അതിനെ എന്നെ അന്ന് ശക്തിപ്പെടുത്തിയ കച്ചവടത്തിൽ എന്നെ ഫുൾ ഫ്ലെഡ്ജ് ആക്കി തന്നു. അപ്പോൾ ഇതുപോലെ ദൈവം ചില ചെറിയ കാര്യം നിന്നെക്കൊണ്ട് സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ദൈവം ചെയ്തു തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞതുപോലെ നീ വചനത്തെ വിശ്വസിക്കണം. വചനത്തിൽ നിനക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം തന്നിട്ടുണ്ട്. വിശ്വാസം വർദ്ധിപ്പിക്കാൻ നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. നീ ക്ഷമയോടെ അബ്രഹാമിനെ പോലെ ക്ഷമയോടെ കാത്തിരിക്കണം. ക്ഷമയോടെ കാത്തിരിക്കണം എന്നുണ്ടെങ്കിൽ നിനക്കൊരു അവബോധം വേണം. എന്നിൽ ഞാനില്ല, എൻ്റെ ക്രിസ്തുവാണ് ജീവിക്കുന്നത്. എൻ്റെ ക്രിസ്തുവിന് ഞാൻ എന്നെ തന്നെ ബലിയായി കൊടുക്കണം. ഞാൻ വിഷമിക്കുന്ന എല്ലാ വിഷയത്തെയും ഞാൻ ബലിയായിട്ട് കൊടുക്കണം, നന്ദി പറയണം. അതുകൊണ്ടാണ് ഞാൻ ദൈവത്തിലേക്ക് അടുക്കാൻ സാധിച്ചത്. ദൈവം അനുവദിച്ചെന്നത് ഈ വിഷമങ്ങളൊക്കെ ദൈവത്തിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നന്ദി പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കും. ആ പദ്ധതി നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. നീ ഇതുവരെ നിനക്ക് തടസ്സമായിട്ടിരുന്ന എല്ലാ അനുഗ്രഹങ്ങളും ദൈവം പിന്നെ അനുവദിച്ചു തരും, നിന്നെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഒരു കാലത്തും പിരിവെറുക്കരുത്, ഒരു കാലത്തും കുറ്റം പറയരുത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.